Dear students, welcome to SS Physics classes. നമ്മുടെ നീറ്റ് റിവിഷന് വേണ്ടി 18ാം ദിവസം വിത്ത് എ ഗുഡ് ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇപ്പൊ നമ്മൾ പോകുന്ന ചാപ്റ്ററുകളെല്ലാം തന്നെ വളരെ ഈസിയാണ്. മിനിമം 1 ക്വസ്റ്റ്യൻ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. നമ്മൾ പരീക്ഷയുമായിട്ട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ സൂക്ഷ്മതയോടെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നന്നായിട്ട് അധ്വാനിക്കേണ്ട, ടെൻഷൻ ഇല്ലാതെ മൂവ് ചെയ്യേണ്ട സമയമാണ്. ബി കോൺഫിഡൻറ്റ്. നമ്മുടെ ദിവസമാണ് നീറ്റ് എക്സാമിന്റെ 3 മണിക്കൂർ എന്ന് പറയുന്നു. അതിനെ ആരോഗ്യപരമായിട്ട് അപ്രോച്ച് ചെയ്യുവാൻ വേണ്ടി നമ്മുടെ റിസൾട്ടിനെ ഇല്ലാതാക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവാണ് ടെൻഷൻ എന്ന് പറയുന്നത്, കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത്. അബ്ദുൽ കലാം സാർ പറഞ്ഞ മനോഹരമായ വാചകം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. കോൺഫിഡൻസ് ആൻഡ് ഹാർഡ് വർക്ക് ആർ ദ ബെസ്റ്റ് മെഡിസിൻ ടു കിൽ ദ ഡിസീസ് കോൾഡ് ഫെയിലുവർ. തോൽവിയെ ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ഹാർഡ് വർക്കും കോൺഫിഡൻസുമാണ്. സോ ബി കോൺഫിഡൻറ്റ്. നിങ്ങൾ അനുവർത്തിച്ചു വന്ന നിങ്ങളുടെ മെത്തേഡുകളിൽ ഒരു കാരണവശാലും നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കരുതേ. പോസിറ്റീവായിട്ട് എടുക്കൂ. നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തൂ. ആ ഒരു മാനസികാവസ്ഥയോടുകൂടി നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്താൽ നോ ഡൗട്ട് യു ആർ ബ്ലെസ്ഡ് വിത്ത് എ വെരി ഗുഡ് റാങ്ക്. സോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കഴിഞ്ഞ 33 വർഷത്തെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ 38 ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഇൻഡക്ഷൻ. കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മിക്കവാറും ഈസിനെസ് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാം. സോ നമുക്കതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളിലേക്ക് ആദ്യം മൂവ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ, മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ മീനിങ് നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകണം. നോർമൽ മാഗ്നറ്റിക് ലൈൻസ് കമ്മിങ് ഫ്രം എ സർഫസ്, അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് നമ്മൾ പറയുക. അത് വെക്ടർ ഫോമിൽ നമ്മൾ ഇങ്ങനെ എഴുതും, ബി ഡോട്ട് എ. സോ ദാറ്റ് ഈസ് ഗെറ്റ് ദ ഫോർമുല ആസ് ബി എ കോസ് തീറ്റ. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. എന്താണ് ആ തീറ്റ എന്ന് പറയുന്നത്? ഒരു പരിധിവരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കോൺസെപ്റ്റും തന്നെയാണ്. നോക്കണേ, അവിടുത്തെ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്ന ആസ്പെക്ട്സ് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ നമ്മളൊരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏരിയയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണോ എടുത്തത്? കാരണം ആ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് എപ്പോഴും പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണെന്നുള്ള കോൺസെപ്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി വിത്ത് വൺ എക്സാമ്പിൾ, സപ്പോസ് ഒരു സിലിണ്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ വെക്കുക ആണ് എന്നിരിക്കട്ടെ. സോ ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ ആക്ടിങ് അലോങ് ദി ആക്സിസ്. ആക്സിസിലേക്കാണെന്ന് വിചാരിക്കുക. We can just consider that 3 important areas. The first one, the second one, and the third one. 3 കേസസ് ആണ് അവിടെ വരിക. അപ്പൊ ആദ്യത്തെ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് A1 ആൻഡ് മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 0 ആകുന്ന സമയത്ത് that cos 0 become 1 and we get the flux phi1 as nothing but equal to BA. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. പക്ഷെ അതേ സമയത്ത് രണ്ടാമത്തെ കേസ് വരുമ്പോൾ what is the angle between that area vector and magnetic field? ഒന്ന് ശ്രദ്ധയോടെ നോക്കിയേ. അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും നമ്മൾ വ്യൂ ചെയ്യുന്ന ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഏരിയ വെക്ടർ വരിക. അപ്പൊ ഇവിടത്തെ തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിട്ട് മാറുകയാണ്. അപ്പൊ കോസ് 180 എന്ന് പറയുന്നത് -1 ആയിട്ട് മാറുമ്പോൾ ഫ്ലക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ആയി മാറുന്നു എന്നുള്ള കോൺസെപ്റ്റ് ഓർമ്മയിരിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. വീണ്ടും
നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയ വരുമ്പോൾ അതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റി അവിടെ വരികയാണ്. അവിടെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഏത് ആംഗിളാണ് ഉണ്ടാക്കുക? ഒന്ന് സെൻസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ. വാട്ട് ഈസ് ആംഗിൾ മെയ്ഡ് ബൈ ദാറ്റ് ഏരിയ വെക്ടർ there? അവിടെ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് അവിടെ 90 ഡിഗ്രി വരികയാണ്. അതുകൊണ്ട് തന്നെ cos 90 0 ആയിട്ട് മാറുകയും ഫ്ലക്സ് 3 എന്ന് പറയുന്നത് യെസ് ഇറ്റ് ബിക്കംസ് 0. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. യെസ്, അപ്പോൾ ഫ്ലക്സ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റ് എപ്പോഴും ഓർക്കണേ. ആംഗിൾ എന്ന് പറയുന്നത് ഏരിയ വെക്ടറും അതോടൊപ്പം മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ളതാണ്. അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ ഫാരഡേയുടെ നിയമങ്ങളാണ്. അപ്പൊ അതിലെ മാത്തമാറ്റിക്കൽ ആസ്പെക്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരട്ടെ. ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത് ഒരു കണ്ടക്ടറുമായിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFന്റെ വാല്യൂ എന്ന് പറയുന്നത് -d∅/dt. That is a very important concept there. അപ്പോ EMFന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് -d∅/dt. അപ്പൊ അവിടെ EMF തീരുമാനിക്കുക എന്നുള്ളത് വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അവിടെ നമ്മുടെ ഫൈ എന്ന് പറയുന്നത് കൃത്യതയോടെ നമുക്ക് പറയാൻ പറ്റും. സംടൈംസ് n ടേംസ് ഉണ്ടെങ്കിൽ NBA cos θ. അപ്പോൾ ആ ഫ്ലക്സ് വ്യത്യാസം വരുത്തുന്നത് ചിലപ്പോൾ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആകാം, ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ഡിഫറൻസ് ആവാം, ഓറിയന്റേഷൻ ആകാം. അതിനെല്ലാം അനുസരിച്ച് EMF ഇൻഡ്യൂസ്മെന്റ് അവിടെ സംഭവിക്കുമെന്നുള്ള കാര്യം. Whenever there is a change in magnetic flux linked with a conductor, there induces an EMF. അതില് ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ലെൻസസ് ലോയുടെ ഇമ്പാക്റ്റ് കൂടെ മനസ്സിൽ ഓർക്കുക. അപ്പൊ ലെൻസസ് ലോ പറയുന്നത് എപ്പോഴും ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിന് റീസൺ ആയിട്ടുള്ളതിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലായിരിക്കും ഇൻഡ്യൂസ്മെന്റ് നടക്കുക എന്നുള്ള കോൺസെപ്റ്റ്. അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് അത് ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ ഒരു സിറ്റുവേഷൻ നമുക്കൊന്ന് ഡീൽ ചെയ്യാൻ ശ്രമിക്കാം. A coil is there, and suppose a bar magnet Z ഒരു ബാർ മാഗ്നറ്റ് നോർത്ത് സൗത്ത് ആണ് നമ്മുടെ അവന്റെ പോളുകളെ ഒന്ന് മനസ്സിലാക്കുക. ആ ഒരു കോയിലിലേക്ക് ഒരു V സ്പീഡിൽ ഒരു മാഗ്നറ്റ് അപ്രോച്ച് ചെയ്താൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫേസ്, അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിന്റെ നേച്ചർ ഒന്ന് പ്രഡിക്റ്റ് ചെയ്ത് ആ കോയിലിലേക്ക് നോർത്ത് പോൾ ഈസ് അപ്രോച്ചിങ്. അങ്ങനെയാണെങ്കിൽ സപ്പോസ് വി ആർ ദ ഒബ്സർവർ ഹിയർ, ആ ഒബ്സർവറിന്റെ സ്ഥാനത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന അവിടത്തെ ഫേസ്, കമാൺ എവരിബഡി, ഏത് ഫേസ് ആയിരിക്കും അവിടെ ഇൻഡ്യൂസ് ചെയ്യുക? അപ്പൊ ലെൻസസ് ലോ ഇൻ ആക്ഷൻ, ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. ഏറ്റവും പ്രാധാന്യമുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ലെൻസസ് നിയമപ്രകാരം അത് ഓപ്പോസിറ്റ് ആയിട്ട് മാറണം, അല്ലെ? Come on, everybody, please share the answer. അപ്പോ ഇതിനെ ഒപ്പോസ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ നോർത്ത് പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്തേ വരൂ. ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി. അപ്പൊ ആ മൂവ്മെന്റിനെ ഓപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ നോർത്ത് പൊളാരിറ്റി ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്മെന്റ് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഓർമ്മയിൽ വെക്കുക. അതോടൊപ്പം തന്നെ നോർത്ത് വരുന്നത് കൊണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ റിപ്പൾസീവ് കോൺസെപ്റ്റിലേക്ക് മാറുമെന്നുള്ള കോൺസെപ്റ്റും ഓർമ്മയിൽ നിൽക്കട്ടെ. ഇനി അപ്പൊ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇവൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ് വ്യത്യാസപ്പെടുകയാണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അവിടെ ആ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടത്.
കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഇനി ഇവൻ തിരിച്ചു പോവുകയാണെന്ന് വിചാരിക്കുക. സപ്പോസ് നമ്മുടെ കോയില് തിരിച്ചു പോവുകയാണ്, നമ്മുടെ മാഗ്നറ്റ് തിരിച്ചു പോവുകയാണെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫേസ് എന്തായി മാറും? ചിന്തിച്ച് വളരെ പക്വതയോടെ ഉത്തരം പറയാൻ ശ്രമിച്ച്. എപ്പോഴും ലെൻസസ് ലോ അതിനെ ഒപ്പോസ് ചെയ്യുമെന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലോർക്കുക. അപ്പോൾ ഇവൻ തിരിച്ചു പോകുമ്പോൾ അതാണ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിന് റീസൺ ആയിട്ട് മാറുക. അപ്പൊ അതിനെ തടസ്സപ്പെടുത്തണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയ കാര്യം. അപ്പോൾ ഫേസിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടും? ഉറപ്പായിട്ടും ദാറ്റ് കോയിൽ ബിക്കം സൗത്ത് പൊളാരിറ്റി ആയിരിക്കും അവിടെ വരിക. കാരണം ഈ നോർത്ത് പോളിന്റെ ഈ പോക്കിനെ തടസ്സപ്പെടുത്തണം, അട്രാക്റ്റഡ് ആയിട്ട് മാറണം. അപ്പൊ ക്ലോക്ക് വൈസ് കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. അപ്പൊ ഇതേപോലത്തെ പല കേസസ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇൻഡക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് അതാണ്. ഈ ഇൻഡ്യൂസ്മെന്റിന്റെ ഡയറക്ഷൻ പഠിക്കാൻ വേണ്ടി ഒരു മിനിമം നിങ്ങളുടെ കയ്യില് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ടായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. പലപ്പോഴും ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളുമായിട്ട് നെഗറ്റീവ് വരാൻ പാടില്ല, അത് സൂക്ഷ്മതയോടെ. അപ്പൊ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വരുമ്പോഴും മനസ്സിൽ ഓർക്കുക, ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, സോ അവിടെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ ആദ്യത്തെ 3 വിരലുകൾ നമ്മൾ വെക്കുമ്പോൾ കീപ് ഇൻ മൈൻഡ് അവിടെ ദ സെന്റർ ഫിംഗർ എന്ന് പറയുന്നത് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ട് ആയിരിക്കും. എഫ് എന്ന് പറയുന്നത് അവിടുത്തെ 4 ഫിംഗർ എന്ന് പറയുന്നത് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും. അവിടുത്തെ ആ കോയിലിന്റെ അല്ലെങ്കിൽ നമ്മളുടെ മൂവ് ചെയ്യപ്പെടുന്ന ഭാഗം അല്ലെങ്കിൽ അതിനായിരിക്കും നമ്മുടെ തമ്പ് എന്ന് പറയുന്നത് കാണിക്കുക. സോ അത് നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. സോ വൺ ബൈ ആയിട്ട് വളരെ നമുക്ക് പ്രോമിസിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ആ കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ ഇൻഡക്ഷൻ ചാപ്റ്ററിൽ ഒരു നെഗറ്റീവ് വരില്ല. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് മാക്സിമം സ്കോർ തരുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1. A circular disc of radius 0.2 meter is placed in a uniform magnetic field of induction 1/pi Weber per meter square in such a way that its axis makes an angle. Its axis, that is very important, makes an angle 60 degree with the magnetic field. The magnetic flux linked with the disc is, so that is our question. നമ്മൾ വളരെ മനോഹരമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ബി ഡോട്ട് എ എന്നാണ് നമ്മൾ പറയുന്നത്. ഇച്ചിരി കൂടെ ക്ലാരിറ്റിയോടെ നമ്മൾ പറയുകയാണെങ്കിൽ അത് ബി എ കോസ് തീറ്റ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി തന്നിരിക്കുന്ന കാര്യങ്ങളെ വളരെ വ്യക്തതയോടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദെയർ, പക്ഷെ റേഡിയസ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഏരിയ എന്ന് പറയുന്നത് നമുക്ക് πr സ്ക്വയർ ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇനി ഡീറ്റെയിലോടെ ആൻസറിലേക്ക് വന്നേ. കമാണ് എവരിബഡി. സോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/π ആണ്. പൈ ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 2 × 10⁻⁻1 ആണ്. ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് അതെപ്പോഴും ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത ഡിസ്കിന്റെ ആക്സിസ് സെൻട്രൽ ആക്സിസ് ആയിട്ട് എടുക്കണം. അപ്പൊ അത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 60 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മുടെ ഏരിയ വെക്ടർ തന്നെയാണ്. അപ്പൊ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് 60 എന്ന് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ cos 60 എന്ന് പറയുന്നത് അത് നമുക്ക് എക്സാക്ട്ലി 1/2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ഏത് ആൻസറിലേക്ക് നമുക്ക് പറയാൻ പറ്റും? യെസ്, വി ക്യാൻ സേ as 4 × 10⁻⁻2 × 1/2. So you get the answer as 0.02 Weber. So that is a very important one. സാധാരണ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. നമ്മുടെ CGS യൂണിറ്റിലേക്ക് വരുമ്പോൾ അത് മാക്സ്വൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഒരു വെബർ എന്ന് പറയുന്നത് 10⁸ മാക്സ്വൽ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. അത് യൂസ്ഫുൾ ആയിരിക്കും ഇൻ സം കേസസ്. സോ ഇത് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. നമ്പർ 2,
നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF ഇൻഡ്യൂസ്ഡ് കറണ്ടിലേക്ക് മൂവ് ചെയ്യാണ്. ഒന്ന് ട്രൈ ചെയ്തേ. പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഫണ്ടമെന്റൽ ആയിട്ട് ഇൻഡ്യൂസ്ഡ് EMF നമ്മുടെ മനസ്സിൽ വരേണ്ടത് that is equal to d∅dt. നോക്കി, a coil of resistance of 400 ohm is placed in a magnetic field. If the magnetic flux linked with the coil varies with time Ts, phi is equal to 50 t square plus 4. The current in the coil at t is equal to 2 seconds. അപ്പോൾ ആദ്യം നമുക്ക് EMF കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ നമുക്ക് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ? ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തേ. So it becomes 50 into 2t plus 0. Good. It becomes 100t. അപ്പോൾ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കേണ്ടത് when time t is equal to 2 സെക്കൻഡ് ആകുമ്പോഴല്ലേ? അപ്പോൾ t എന്ന് പറയുന്നത് 2 ആയിട്ട് നമ്മൾ മാറുകയാണ്. So it becomes 400 എന്ന EMF ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ നമുക്കിവിടെ വേണ്ടത് എന്താണാവോ? കറണ്ട് ആണ് അല്ലെ? അപ്പൊ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് പറയാം ഇൻഡ്യൂസ്ഡ് EMF ഡിവിഷൻ ബൈ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പറയാം. സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് 400 ഡിവിഷൻ ബൈ ദാറ്റ് റെസിസ്റ്റൻസ്. സോറി, ദാറ്റ് EMF induced is what? 2 into 100. It becomes 200 volt. That division by that resistance as is equal to 400. And you get the answer as a 0.5 ampere. So exactly the first choice as the answer. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തിയറി ഗുഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല രൂപത്തിൽ കോൺഫിഡന്റോടെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. സോ ഡിയർ സ്റ്റുഡൻസ്, SS ഫിസിക്സ് ക്ലാസ്സിലേക്ക് ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഷെയർ ചെയ്യാൻ. കുഞ്ഞുങ്ങളെ, നീറ്റ് 2020 വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 100 ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ ഈ ചാനലിലുണ്ട്. നിങ്ങളത് കാണുക. കാരണം ഒരു ക്വിക്ക് റിവിഷന് അത് നിങ്ങളെ ഒത്തിരി സഹായിക്കും, ഇൻക്ലൂഡിങ് സം പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ഓൾസോ. അപ്പൊ അതിലെ ബേസിക് ആയിട്ടുള്ള 100 പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. 50 ക്വസ്റ്റ്യനിൽ ഒരു 42-43 കോൺസെപ്റ്റ്സും ആ 100 പോയിന്റുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും, നോ ഡൗട്ട് അറ്റ് ആൾ. അതുകൊണ്ട് കംഫർട്ടായിട്ട് അത് നോക്കാൻ വേണ്ടി സമയം കണ്ടെത്തുവാൻ ശ്രദ്ധിക്കുക. സോ ഈ പാൻഡമിക്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ കൈകളിലേക്ക് ഈ ചാനൽ എത്തുവാനും ഷെയർ ചെയ്യുന്ന കാര്യം മറക്കരുതേ, ലൈക്ക് ചെയ്യാനും. കുഞ്ഞുങ്ങളെ, മൂന്നാമത്തെ ചോദ്യം വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇൻ എ കോയിൽ ഓഫ് റെസിസ്റ്റൻസ് 10 ohm, the induced current developed by the change in magnetic flux through it is shown in figure as a function of time. So current versus time curve ആണ് അവിടെ തന്നിരിക്കുന്നത്. The magnitude of change in flux through the coil, flux ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം EMF എന്ന് പറയുന്നത് എന്താ? സിമ്പിൾ ആയിട്ട് നമ്മൾ പറയും ഇറ്റ് ഈസ് d∅dt. ഗുഡ്. ഇനി EMF എന്ന് പറയുന്നത് കറണ്ടിന്റെ രൂപത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അത് I × R എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് d∅dt എന്ന് പറയുന്നത്. നമുക്കിവിടെ ചാർജിന്റെ കോൺസെപ്റ്റിലേക്ക് ഈ I ഒന്ന് മാറ്റിയാൽ മനോഹരമായ ഒരു റിലേഷൻ നമുക്ക് കിട്ടും. കറണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ അല്ലെങ്കിൽ ചാർജ് ബൈ ടൈം എന്നുള്ള ആസ്പെക്ട്സിലേക്ക് നമുക്ക് വരാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു d∅dt ആയിട്ട് നമുക്ക് റെപ്രസെന്റ്. അവിടുത്തെ ടൈം കോൺസെപ്റ്റ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. കണ്ടോ, ദ റെസിസ്റ്റൻസ് ഇൻടു ദാറ്റ് ചാർജ് there, it must give that change in magnetic flux. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇവിടെ ഒരു മൈനസ് സൈൻ ഉള്ളത് കൊണ്ട് ഈ ചേഞ്ച് ഇൻ ഫ്ലക്സ് വരുമ്പോൾ ∅2 - ∅1 ആയിട്ട് എടുക്കരുത്. ∅1 - ∅2 ആയിരിക്കും നോർമലി നമുക്ക് കിട്ടുക. സോ ഇതൊരു വളരെ പ്രധാനപ്പെട്ട റിലേഷനാണ്. നമ്മുടെ ചോദ്യവും അത് തന്നെയാണ് അല്ലെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്താണ്? അതെപ്പോഴും മനസ്സിൽ ഓർക്കുക, ദാറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഇൻടു ദ ചാർജ് ദെയർ, ഇൻഡ്യൂസ്ഡ് ചാർജ് ദെയർ.
അപ്പൊ ചിലപ്പോഴൊക്കെ ഈ ഇൻഡ്യൂസ്ഡ് ചാർജിന്റെ വാല്യൂ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർമ്മയിരിക്കട്ടെ, ദാറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഡിവിഷൻ ബൈ ദ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ദ വാല്യൂ. വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, മറക്കരുത്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും? ശ്രദ്ധയോടെ. ഇവിടെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഇനി ചാർജ് ആണ്. അപ്പൊ ഈ ഗ്രാഫിന്റെ ദൗത്യം എന്താണ്? അപ്പൊ നമുക്കറിയാം അതൊരു ഐ ടൈം ഗ്രാഫാണ് അല്ലെ. അപ്പോൾ എന്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് ചാർജിലേക്ക് നമുക്ക് എത്തിക്കുവാൻ പറ്റും? Come on, say everybody. ഏത് പാരാമീറ്ററിലേക്ക് വന്നാൽ ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ് വരുമ്പോൾ തന്നെ അത് നമ്മൾ മെക്കാനിക്സിൽ പറഞ്ഞ മാതിരി തന്നെ അതിന്റെ സ്ലോപ്പ് എന്ത് നൽകും, അല്ലെങ്കിൽ ഏരിയ എന്ത് നൽകും എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരിക. അപ്പൊ നമുക്ക് ഇവിടെ പ്രയോജനകരമാകേണ്ടത് ചാർജ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് മനോഹരമായിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിച്ചാൽ യു ഗെറ്റ് ദ വാല്യൂ ഓഫ് ചാർജ് അല്ലെ. ഏരിയ എടുക്കുമ്പോൾ കറണ്ടിന്റെ ടൈം ആവും, ഉറപ്പായിട്ടും ചാർജ് കിട്ടും. അപ്പോ നമ്മുടെ ഇവിടത്തെ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമുക്ക് റെസിസ്റ്റൻസ് ഇൻറ്റു ഏരിയ ഓഫ് ദ കർവ് എടുത്താൽ മതി അല്ലെ. റെസിസ്റ്റൻസ് എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്? 10 ohm ആണ്. വാട്ട് ഈസ് എ ഏരിയ ഹിയർ? ആ ഏരിയയൊക്കെ എടുക്കുമ്പോൾ അതിന്റെ യൂണിറ്റുകളൊക്കെ വളരെ കൃത്യതയോടെ നോക്കാൻ മറക്കരുത്. അപ്പൊ ഒരു ട്രയാങ്കുലർ കൺസെപ്റ്റ് ആണ് അല്ലെ. ഹാഫ് ഇൻറ്റു ദാറ്റ് ബേസ് ഇൻറ്റു ദാറ്റ് ആൾട്ടിറ്റ്യൂഡ്. സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് there. Come on everybody. Yes, 10 into 0.1, it become 1. So 1 into 2, so you can say as a 2 Weber, that is the answer. Are you comfort? Everybody? Yes. So ഈ ഒരു ആസ്പെക്ട് എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വരണമേ. ഒരു ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ അതിനെ സ്റ്റഡി ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പാരാമീറ്റർ എന്തൊക്കെയാണ് നമുക്ക് ഏരിയ തരുന്നത് അല്ലെങ്കിൽ സ്ലോപ്പ് എടുക്കുമ്പോൾ തരുന്നത് എന്നുള്ളതാണ്. Yes, so that is a very important concept. So that is the third one. Yes, a very good question is waiting. Or graphical analysis thanneya. Come on. Question number 4. The current I in a coil varies with the time as shown in the figure. The variation of induced EMF with the time would be. അവിടെ നമ്മുടെ induced EMF ന്റെ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ആ ലെൻസസ് ലോയുടെ ആ നെഗറ്റീവ് സൈനിന്റെ കോൺസെപ്റ്റ് ഒരു കാരണവശാലും മറന്നു പോകരുതേ. അപ്പൊ ഇവിടെ പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF വിത്ത് ടൈം ആണ് നമുക്കിവിടെ തന്നിരിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ EMFന്റെ വിത്ത് റെസ്പെക്ട് ടു ടൈം നമുക്ക് കണ്ടുപിടിക്കണം. ഒരു കോയിൽ എന്നുള്ള കോൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇത് നമ്മുടെ ഇൻഡക്ടൻസ് എന്നുള്ള ആസ്പെക്ട്സിലേക്ക് നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് വളരെ കംഫർട്ടായിട്ട് നമുക്ക് കിട്ടിയിരിക്കും. അപ്പൊ ഈ ഇൻഡ്യൂസ്ഡ് EMF തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത് di/dt ആണ് അല്ലെ. ഇവന്റെ സ്ലോപ്പ് ആയിരിക്കും അല്ലെ. നമ്മുടെ കർവിന്റെ സ്ലോപ്പ് ആയിരിക്കും വരിക അല്ലെ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഈ ഗ്രാഫിനെ 3 പാർട്ടായിട്ട് മാറ്റാം. അപ്പൊ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് 0 തുടങ്ങി T/4 എന്ന് പറയുന്ന സമയം വരെയുള്ള അവസ്ഥ എന്താണ്? അപ്പൊ അവിടുത്തെ സ്ലോപ്പ് എന്ന് എടുത്തേ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു di/dt എന്നൊരു ആസ്പെക്ട് ആണ്. അപ്പൊ di/dt നമ്മൾ കണ്ടുപിടിക്കുക. ആ സ്ലോപ്പ് അറിയുമ്പോൾ നമുക്കറിയാം തീറ്റ എന്ന് പറയുന്നത് ഒരു അക്യൂട്ട് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം അതൊരു പോസിറ്റീവ് ആയിട്ട്, കാരണം നോക്കി ഇവിടെ നോക്കി I വേഴ്സസ് ടൈം ആണ് അല്ലെ. അപ്പൊ ഇവിടത്തെ ഓരോ പോയിന്റ് എടുക്കുമ്പോഴും നമുക്ക് പറയാം I എന്ന് പറയുന്നത് സമയത്തിന് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞാൽ di/dt സ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് പോസിറ്റീവ് വാല്യൂ ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് E ആണ്. അത് -L × di/dt എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ di/dt പോസിറ്റീവ് ആകുമ്പോൾ, കോൺസ്റ്റന്റ് ആകുമ്പോൾ EMF എന്ന് പറയുന്നത് നെഗറ്റീവ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഉണ്ടോ? നമ്മുടെ ഇൻഫർമേഷൻ പൂർത്തിയായി കഴിഞ്ഞു. അപ്പൊ EMF നെഗറ്റീവ് ആണ്, കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നത് നമുക്ക് എക്സാക്ട്ലി ഏത് ചോയ്സിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും? അത് ആൻസർ ആയി കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ടൈമിംഗ് ഒന്ന് നോക്കി, T/4 to T/2 ഈ 2 ആസ്പെക്ട്സിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അപ്പൊ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് I എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. കറണ്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് അവിടെ di/dt should become equal to 0.
എന്ന് പറഞ്ഞാൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് സീറോയിലേക്ക് എത്തി എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും അവിടെ യെസ് സീറോ ആയി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത കോൺസെപ്റ്റിലൊക്കെ നമ്മുടെ T/2 തുടങ്ങി 3 into T/4 വരുമ്പോൾ എന്താണ് ആസ്പെക്ട്സ്? അവിടെ വരുമ്പോഴ് സ്ലോപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് വ്യക്തമാണ്. പക്ഷേ ആംഗിൾ എന്ന് പറയുന്നത് >90 ആണ്. അതുകൊണ്ട് നെഗറ്റീവ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ EMF ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ആ മൈനസ് സൈൻ കൂടെ എടുക്കുമ്പോൾ ആ നെഗറ്റീവ് എന്തായി മാറി? പോസിറ്റീവ് കോൺസ്റ്റന്റ് ആയിട്ട് മാറണം. യെസ്, ഇറ്റ് ഈസ് ക്ലിയർ ആണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ. പിന്നെ അടുത്ത 3 into T/4 to T കറണ്ട് സീറോ ആണ്. അപ്പൊ പിന്നെ സ്വാഭാവികപരമായിട്ട് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF സീറോ ആയിട്ട് പറയാം. എക്സാക്ട്ലി. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. യു ആർ റെഡി. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ ഫസ്റ്റ് ചോയ്സ് തന്നെ ആൻസറിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. നല്ലൊരു അപ്രോച്ചാണ്. സോ ഈ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള ആ സ്കില്ല് കംഫർട്ടായിട്ട് നിങ്ങൾ എടുത്താൽ ആൻസർ ആയി കഴിഞ്ഞു. കണ്ടോ, ഒരൊറ്റ ആൻസറേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലെ ആൻസർ ആയി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ ടുമോറോ the day 19 so we are with the good chapter alternating current, a simple chapter but promising to give more than one question for you. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യതയോടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരു സജഷൻ ആണ്. പ്ലീസ് ഷെയർ ദിസ് ചാനൽ ടു യുവർ ഫ്രണ്ട്സ്. ഇറ്റ് ഈസ് നീഡഡ് വൺ. ആൻഡ് SS physics classes are taking a very good job for you. ആക്ച്വലി നല്ലൊരു പെയിൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. സോ അതിന്റെ ഒരു ബലം എന്ന് പറയുന്നത് ഈ പാൻഡമിക്കിൽ ഇതിൽ നീഡഡ് ആയിട്ടുള്ള ഒത്തിരി കുട്ടികളുടെ കയ്യിലേക്ക് ഈ ചാനൽ എത്തുക എന്നുള്ളതാണ്. സോ പ്ലീസ് ദയവ് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുവാനും വേണ്ടി ശ്രദ്ധിക്കുക. നോക്കൂ, മോഷണൽ EMF, എഡി കറന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഒരല്പം ബ്രെയിൻഡ് ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് നമ്മുടെ മോഷണൽ EMF എന്ന് പറയുന്നത്. സാധാരണ രൂപത്തിൽ ഒരു L ലെങ്ത് ഉള്ള ഒരു റോഡ് V എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിലെ V വെലോസിറ്റിയിൽ ഒരു θ ആംഗിളിലാണ് മൂവ്മെന്റ് ചെയ്യുന്നതെങ്കിൽ, and keep in mind that induced EMF take the value as BVL sin theta. If the movement is 90 degree perpendicular, we can say that the induced EMF is take the concept as BVL. We can say വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. അപ്പൊ ഇവിടെ ഒന്ന് നോക്കുക, നമ്മുടെ R റേഡിയസ് ഉള്ള ഒരു റോഡാണ്. അത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി വി ക്യാൻ സേ ഒമേഗ. അങ്ങനെയാണെങ്കിൽ ഈ സെന്ററിലും അതോടൊപ്പം ഈ റിമ്മിന്റെ പോയിന്റിനും അക്രോസ് ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFന്റെ വാല്യൂ എന്തായിരിക്കും? ആ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. NCERTയിലെ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആണ്. half BR² ഒമേഗ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. അവിടെ ഒമേഗ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, ഇറ്റ് ഈസ് ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ദാറ്റ് റോഡ് അണ്ടർ റൊട്ടേഷൻ. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്, മനസ്സിൽ ഓർക്കുക. ഇതുമായിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രയോജനം നൽകുകയും ചെയ്യും. ഈ എഡി കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ പഠിച്ച പല കോൺസെപ്റ്റ്സുകളും ഇവിടെ ഇല്ലാതാകുകയാണ്. അവിടെ നമ്മൾ പഠിച്ചു ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരു കാരണവശാലും ക്ലോസ്ഡ് ആകില്ല എന്ന്. പക്ഷെ ഇവിടെ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ whenever ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു കോയിൽ വെച്ചിരുന്നാൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കോൺസെപ്റ്റ് ആണ് നമ്മുടെ എഡി കറണ്ട്, as in the shape of eddies and hence the name as a eddy current. In another words, it is called the Foucault current. അപ്പൊ സാധാരണ രൂപത്തിൽ നോക്കിയേ, ഒരു നോർത്ത് സൗത്ത് ഒരു സ്ട്രോങ് മാഗ്നറ്റ് കോൺസ്റ്റന്റ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു കോയിൽ നമ്മുടെ ഒരു സ്വിംഗിങ് കോൺസെപ്റ്റ് നടത്തുമ്പോൾ we feel it is so damned, so quickly അതിന്റെ മോഷൻ സീസസ് ആകുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായാൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ട് തന്നെയാണ്. ലെൻസസ് നിയമപ്രകാരം ആ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഒപ്പോസ് ദ മോഷൻ ദാറ്റ് കോസസ്.
അതിന് കാരണമായി ഇതിനെ തടസ്സപ്പെടാൻ വേണ്ടി ആയിരിക്കും ഇൻഡ്യൂസ് മൊമെന്റ് എപ്പോഴും ശ്രമിക്കുക. അത് കാരണം അവർ ഡാംപ്ഡ് ആയിട്ട് മാറും. സാധാരണ രൂപത്തിൽ ആ ഡാമ്പിങ് കുറയ്ക്കാനാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെറിയ തിൻ സ്ലോട്ടുകളായിട്ട് അതിനെ മുറിക്കുന്നതിന് റീസൺ. അപ്പൊ എഡി കറണ്ടിന്റെ മൂവ്മെന്റിന്റെ പാത്തിന്റെ ലെങ്ത് വളരെ കുറച്ചെടുക്കുവാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അതിന്റെ ആപ്ലിക്കേഷൻസ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർക്കട്ടെ. അത് ബേസ് ചെയ്ത് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോഴേ നോക്കി മോഷണൽ EMFുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. Come on, try to do it. A conductor of length 0.4 meter that is moving with the speed of 7 meter per second perpendicular to a magnetic field of intensity 0.9 Weber per meter square. The induced EMF across the conductor is. Come on, everybody, try to do it. So, നമ്മൾ EMF ഒരു റോഡ് അതിന്റെ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ സോ വി നോ ഇവിടെ നമുക്ക് ലെങ്ത് എന്ന് പറയുന്നത് 0.4 മീറ്റർ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. അത് മൂവ് ചെയ്യപ്പെടുന്ന സ്പീഡ് എന്ന് പറയുന്നത് 7 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് മൂവ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു ദാറ്റ് എന്നാണ് പറയുന്നത്. സോ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആകുന്നു. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 0.9 ആണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് BVL sin theta sin 90 become 1. The magnetic field is 0.9 into 7 into that length as a 0.4 meter. Then what is the answer for it? Come on, everybody. Exactly. Good, good, very good. Yes. If you solve it, you get the answer as a 2.52 volt. So exactly B as the answer. Very good, very good. Yes, you're right. Good, good. So simple ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Okay, 2019 question. Come on, try to do it. A cycle wheel of radius r is equal to 0.5 meter is rotated with a constant angular velocity omega, that is 10 radian per second, is in a region of magnetic field B is equal to 0.1 Tesla, which is perpendicular to the plane of the wheel. The EMF generated between its center and the rim. So with a simple formula has a half B r square omega. So that is equal to that half into that B as a 0.1 into that 0.5 square into that 10. So that is equal to, come on everybody. So it becomes a half into that 0.5, that is 1/2 square as 1/4. So 1/8 is the answer. Come on, everybody. Exactly. You get the value as is equal to 0.125 volt. Exactly, you are right. Is it clear? So, നിങ്ങളെ തിയറി അതോടൊപ്പം പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? Very good, very good. Exactly, you're right. Good, very good. A good question, a good question. Good question is waiting. A conducting circular loop is placed in a uniform magnetic field B is equal to 0.025 Tesla with its plane perpendicular to the loop. The radius of the loop is made to shrink at a constant rate of 1 millimeter per second. So that is dr by dt. So that is given as is equal to 1 mm per second, 10 to the power of -3 meter per second. The induced EMF when the radius take the value as is equal to 2 centimeter. അപ്പോൾ ഇവിടെ റേഡിയസ് ഓഫ് ദ സർക്കുലർ ലൂപ്പ്, അപ്പൊ ഇതാണ് നമ്മുടെ ലൂപ്പ് എങ്കിൽ അപ്പൊ അതിന്റെ റേഡിയസ് സ്ട്രിങ്ക് ചെയ്യാണ് അറ്റ് ദ റേറ്റ് ഓഫ് സോ മച്ച്. അപ്പൊ അടുത്ത ഇൻസ്റ്റന്റില് അങ്ങനെ അത് കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാം. ദാറ്റ് ഈസ് B into pi into area അല്ലെ, B into A, BA as B into pi r square. അപ്പൊ നമുക്ക് θ 90 എന്നുള്ള കോൺസെപ്റ്റ്, കാരണം പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് EMF ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമുക്ക് അതിന്റെ മോഡുലസ് ഇടുക എന്ന് പറയുമ്പോൾ അതിനെ ഒരു പ്രാവശ്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? അപ്പൊ ഇവിടെ വേരിയബിൾ ആയിട്ട് വരുന്നത് ആരാണ്? റേഡിയസ്. അപ്പൊ അതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ? d/dt of that r square. So you get the concept as is equal to pi b into 2r into the variation of radius with respect to time. So that is the concept there. So നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF അവിടെ ആയി കഴിഞ്ഞു കണ്ടോ. ഈ ഒരു കോൺസെപ്റ്റിലേക്കുള്ള വരവാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. So that is equal to pi into choices ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം ഒരു പൈ അവിടെ റീറ്റേൺഡ് ആകുന്നുണ്ട് അല്ലെ? സോ അങ്ങനെ തന്നെ കൊടുക്കാം. That magnetic field is 0.025 into 2 into ആ നടക്കുന്ന shrinking നടക്കുന്ന സമയത്ത് അവന്റെ റേഡിയസ് എന്ന് പറയുന്നത് it is 2 centimeter ആണ്. So centimeter നമുക്ക് മീറ്റർ ആക്കി മാറ്റണം. And also dr/dt that is given as is equal to 10 to the power of -3. So that is the concept there. Come on, everybody, please try to do it. Come on. So that is equal to pi into, yes, 25 into 10 to the power of -3 into that 4 into 10 to the power of -5. So that is equal to pi into that 25 into 4, that is equal to 100. So come on. So 10 square into 10 to the power of -8. So we can say that is equal to pi into 10 to the power of -6 volt. So that is equal to pi microvolt. So we can say the second option as the answer. Exactly, you are right. Very good, very good. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട്. സോ ബി കോൺഫിഡന്റ്. അപ്പൊ ക്വസ്റ്റ്യന് വളരെ ആരോഗ്യപരമായിട്ട് അതിന്റെ ലെങ്ത് കൂടിയെന്നോ അല്ലെങ്കിൽ കുറവാണെന്നോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കൃത്യമായിട്ട് ചോയ്സസ് നോക്കി നമ്മളൊരു സാധാരണ രൂപത്തിൽ നോക്കൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ആസ് ആൻ എക്സാമ്പിൾ ഒരു കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഉറപ്പിച്ച് അതിന്റെ ചോയ്സസുകളെ വളരെ ശ്രദ്ധയോടെ നോക്കിയതിനു ശേഷം മാത്രമേ ആൻസർ പറയാവൂ. വളരെ സിമ്പിൾ ആയിട്ട് 2019 ചോദിച്ച കോൺസെപ്റ്റ് ആണ്. നോക്കൂ, in which of the following devices the eddy current effect is not used? അല്ലാത്ത കേസ് ഏത് എന്നാണ് ചോദ്യം. എഡ്ഡി കറണ്ട് അല്ലാത്തത്. Come on everybody. അപ്പൊ നമുക്ക് കൃത്യതയോടെ പറയാം. ഇൻഡക്ഷൻ ഫർണസ് അല്ലെങ്കിൽ മെറ്റലർജിയിൽ പല ഓറിൽ നിന്നും മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാനൊക്കെ നമ്മൾ ആ ഒരു കോൺസെപ്റ്റിൽ ഉപയോഗിക്കാറുണ്ട് അല്ലെ? അപ്പൊ ഹീറ്റിംഗ് എന്നുള്ള ഒരു ആസ്പെക്ട്സിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മാഗ്നറ്റിക് ബ്രേക്കിംഗ്, ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉറപ്പായിട്ടും കോറിൽ അത് സ്ഥിരതയോടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് എഡി കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഹീറ്റർ, യുനോ എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇലക്ട്രിക് ഹീറ്റ്? അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദ ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് കറണ്ട്. ഇപ്പൊ ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി നമുക്ക് പറയാം ദാറ്റ് ജൂൾസ് ലോ എന്നുള്ള കോൺസെപ്റ്റ്. സോ അതാണ് അവിടുത്തെ ബേസിക് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. സോ ഫോർത്ത് ഓപ്ഷൻ ആസ് ദി ആൻസർ, ഇലക്ട്രിക് ഹീറ്റർ. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. നോക്കൂ, നമ്മുടെ ഈ ഒരു ചാപ്റ്ററില് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കേസസ് ആണ് സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ്, നമ്മളൊരു ഇൻഡക്ടറിലൂടെ നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും, പ്രത്യേകിച്ച് നമ്മൾ AC ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേരിയിങ് കറണ്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വേരിയിങ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ വേരിയിങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ആകുന്നുണ്ട്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അപ്പോ അവിടെ ഒരു ഇൻഡക്ടർ നമ്മൾ ബേസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് the energy is stored in the form of magnetic field. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അവിടെ നമുക്ക് രണ്ട് റിലേഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്,
the magnetic energy density, വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ആണ്. So that is equal to half into V RMS square division by mu 0. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഇതിന് പാരലൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, in capacitor that energy is stored in the form of electric field by the value half epsilon 0 E RMS square. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്, ഇതിലൂടെ ഐ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് കീപ് ഇൻ മൈൻഡ് ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു ഐ സ്ക്വയർ. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അപ്പം ഇതിലൂടെ വേരിയിങ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ സെറ്റപ്പ് ചെയ്യുന്നത് കൊണ്ട് ഒരു കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് മറ്റൊരു കോയിലിലേക്ക് ലിങ്ക്ഡ് ആയതുകൊണ്ട് അവിടെ ആ മാഗ്നറ്റിക് ഫീൽഡിന് കാരണമായ കറണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ട്, അപ്പൊ ഇവിടെ കറണ്ട് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് സ്വാഭാവികപരമായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവിടെ ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാകും. ആ ഇൻഡ്യൂസ് ഡി എം എഫിന്റെ ഫോർമുല മനസ്സിൽ ഓർക്കുക, ദാറ്റ് മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴും അവിടുത്തെ സെൽഫ് ഇൻഡക്റ്റൻസുമായിട്ട് റിലേറ്റഡ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. That L is called the self-induction. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ എ സിയുമായിട്ടുള്ള ലിങ്ക് കൂടെ നിങ്ങളുടെ മനസ്സിൽ വരണം. കാരണം വേരിയിങ് കറണ്ട് വരുമ്പോഴായിരിക്കും അതിന്റെ ഒരു ഇൻവോൾവ്മെന്റ് വരുന്നത്. അവൻ ഓഫർ ചെയ്യപ്പെടുക, അവൻ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് എപ്പോഴും വേരിയിങ് കറണ്ട് വരുമ്പോഴാണ്. ഡി സി കറണ്ട് വരുമ്പോൾ അവനൊരു സാധാരണ കണ്ടക്ടറാണ്. കാരണം ഇവനെന്ന് പറയുന്നത് ഒരു കോപ്പർ വയറാണ്, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ വയർ വൗണ്ട് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ അവന് ഒരു സാധാരണ ഒരു റെസിസ്റ്റൻസ് ഉള്ള ഒരു കണ്ടക്ടർ ആയിട്ട് അവൻ പ്രവർത്തിക്കും ഇൻ ഡി സി. അപ്പൊ എപ്പോഴും സാധാരണ രൂപത്തിൽ അവൻ ഡി സിയെ എപ്പോഴും ഫേവർ ചെയ്യപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എ സിയെ അവൻ ബ്ലോക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ഡിവൈസ് ആണ് നമ്മുടെ ഇൻഡക്ടർ എന്നുള്ള കോൺസെപ്റ്റ് ഓർക്കുക. അതോടൊപ്പം നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവില് 1-2 പ്രധാനപ്പെട്ട സർക്യൂട്ടുകളുടെ റിസൾട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കട്ടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോളിനോയിഡിന്റെ ഇൻ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ഒരു കാരണവശാലും മറക്കരുത്. സോ ദാറ്റ് എൽ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ആസ് mu 0 n സ്ക്വയർ ഡിവിഷൻ ബൈ എ ഡിവിഷൻ ബൈ എൽ. അപ്പോ ഇത് എയർ കോർ ആകുന്ന സമയത്താണ്. അതിന് പകരം ഒരു മ്യൂ മീഡിയം അല്ലെങ്കിൽ ഒരു മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, സപ്പോസ് സാധാരണ രൂപത്തിൽ അയൺ റോഡൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അപ്പോൾ ഈ ഇക്വേഷൻ ഒരു വ്യത്യാസം വരുമെന്നുള്ള കാര്യം മറക്കരുത്. മ്യൂ ആർ ടൈംസ് ആയിട്ട് മാറുക. അപ്പൊ ഇതൊരു സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. അപ്പൊ അതിന് പകരം ഒരു എൻ ടേൺസ് ഉള്ള ഒരു സർക്കുലർ കോയിലാണെങ്കിൽ അതിന്റെ സെന്ററിലുള്ള ആ ഒരു സ്ട്രക്ചറിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് mu 0 by n സ്ക്വയർ r ഡിവിഷൻ ബൈ 2. ആ ഫോർമുല ഒന്ന് മറക്കാതെ ഓർത്തിരിക്കുക. ഏത് കേസ് കിട്ടിയാലും ഈ ഇക്വേഷൻ ഓർമ്മിച്ചാൽ മതി കേട്ടോ. അവിടുത്തെ ഫ്ലക്സ് കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഐ. ആ എൽ ആയിരിക്കും അവിടുത്തെ സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ള ആസ്പെക്ട് ഓർക്കുക. ഒരിക്കലും അവിടുത്തെ ചേഞ്ച് ഇൻ കറണ്ടിനെയോ പൊട്ടൻഷ്യലിനെയോ ഒന്നും അത് ഡിപ്പെൻഡബിൾ അല്ല. ആ കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ്, ഏരിയ ക്രോസ് സെക്ഷൻ, ലെങ്ത്, ഇവയൊക്കെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന കാര്യം. അപ്പൊ തൊട്ടടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യമാണ് ദാറ്റ് ഈസ് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് ഇൻഡക്ടേഴ്സ്. അപ്പൊ അവിടെ സീരീസ് കോമ്പിനേഷൻ വരുമ്പോൾ റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യുന്ന കോൺസെപ്റ്റും അതോടൊപ്പം തന്നെ പാരലൽ കോമ്പിനേഷൻ വരുന്ന സമയത്ത് മറക്കരുത് that is L1 L2 division by L1 plus L2 ആണെന്നുള്ള കാര്യം. അടുത്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ദിസ് ഫിഗർ ആണ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. അപ്പൊ ഒരു കോയിലിന്റെ അടുത്ത് മറ്റൊരു കോയിൽ ഇരിക്കുന്നു. ആദ്യത്തെ കോയിൽ വി ക്യാൻ കോൾ ഇറ്റ് as the പ്രൈമറി. പ്രൈമറിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് വ്യത്യാസം നമ്മുടെ രണ്ടാമത്തെ കോയിൽ, അതിനെ വിളിക്കുന്ന പേര് സെക്കൻഡറി. ആ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കോൺസെപ്റ്റ് തിരിച്ചും അതിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ കറണ്ട് ഫ്ലോയിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
ഇൻഡ്യൂസ്ഡ് EMFന്റെ വാല്യൂ എന്ന് പറയുന്നത് -m × di/dt. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവില്. അവിടെയും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളൊരു രണ്ട് സോളിനോയിഡുകൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവന്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ വാല്യൂ ഒന്ന് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ആസ് μ0 n1 n2 a ഡിവിഷൻ ബൈ l. വളരെ പ്രധാനപ്പെട്ട കേസാണ്. അതോടൊപ്പം ഒരു കോയിലാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ ഈ റിലേഷൻ ആണ്. അതൊരു ഔട്ട്സ്റ്റാൻഡിംഗ് കേസ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. n1 n2 r² division by 2 into r. So that is a very important concept. അപ്പൊ അതില് ഈ ക്യാപിറ്റൽ R എന്ന് പറയുന്നതും സ്മോൾ r എന്ന് പറയുന്നത് ഓർക്കുക. ഇപ്പൊ നമ്മൾ കുറച്ച് ടേണുകളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നതെങ്കിൽ രണ്ട് കോപ്ലാനാർ കോയിലുകളാണെങ്കിൽ ഉള്ളിലുള്ളതിന്റെ റേഡിയസ് സ്മോൾ ആറും ഏറ്റവും പുറകിലുള്ളതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറുമായിട്ടാണ് ഇവിടെ എടുത്തിരിക്കുക. ആ ഫോർമുല നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. ഇനി ഈ രണ്ട് കോയിലുകളെ നമുക്ക് പലതരത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് മിനിമം കപ്ലിംഗ് ഉള്ള കേസാണ്. എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ മിനിമം ആയിട്ട് അല്ലെങ്കിൽ ഇന്ററാക്ഷൻ മിനിമം ആകുന്ന കേസ് എന്നാണ് അർത്ഥം. അവിടെ വരുന്ന ഒരു ടേം ആണ് ദാറ്റ് കെ എന്ന് പറയുന്ന വാല്യൂ. ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. സാധാരണ രൂപത്തില് ഈ രണ്ട് കോയിലുകളും ഈ ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് കെ ടേക്ക് ദ വാല്യൂ as 1. ഇവിടെ അത് 0 ആയിരിക്കും. മറ്റേതൊരു ഓറിയന്റേഷൻ എടുത്താലും <1 ആയിരിക്കും അവിടെ വാല്യൂ വരിക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലേഷൻ കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. ദാറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് k × √L1 L2 ആയിരിക്കും. ഇതുകൂടെ നിങ്ങളുടെ മെമ്മറിയിൽ വെക്കുക. ഇത് ബേസ് ചെയ്തൊരിക്കൽ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അത് പെർഫെക്റ്റ് കപ്ലിംഗ് വരുമ്പോൾ √L1 L2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. Just read it and try to do it. Come on. A current of 2.5 ampere flows through a coil of inductance of 5 Henry. The magnetic flux linked with the coil is. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം that magnetic flux is nothing but equal to L into I. ഇത് ബേസിക് ആയിട്ടുള്ള അത് മ്യൂച്വൽ ഇൻഡക്റ്റൻസുമായിട്ടാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ഈക്വൽ ടു M into I. അത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. സോ come on everybody, what is the answer behind? Come on. So the self inductance is given as is equal to 5 into the current flowing is 2.5. So you get the value as is equal to 12.5 Weber, and we can say that the third option is the answer. Very good, very good, very good. Exactly, you are right. Good, very good. Question number 10. A varying current in a coil changes from 10 ampere to 0 in 0.5 seconds. Come on, everybody. If the average EMF induced in the coil is 220 volt, the self-inductance of the coil is. Self-inductance ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബേസിക് ആയിട്ട് എല്ലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അനദർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവിടെ ചേഞ്ച് ഇൻ കറണ്ട് ആണ് പ്രധാനപ്പെട്ട പാരാമീറ്റർ ആയിട്ട് വന്നിരിക്കുക. സോ വി ഹാവ് ടു ലേൺ ദിസ് ഇക്വേഷൻ as E is equal to L into di/dt. So L take the value as is equal to that EMF induced into that the time under consideration by that change in current is equal to, come on everybody. So what is the EMF here? That is a 220 into that time is a 0.5. So that is 1/2 into the change in current is 10 ampere minus 0. So that is equal to the 10 cancel as a 22/2. So exactly you can say 11 Henry. So that is the answer as a C as the choice. Yes, exactly. Very good, very good. Exactly. Yes, good. Number 11.
നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്ത ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. The two coils of self-inductances 2 millihenry and 8 millihenry are placed so close together that the effective flux in one coil is completely linked with the other. The mutual inductance between these coils is, so that is the concept there. അവിടെ നമ്മൾ മനോഹരമായിട്ട് പറഞ്ഞ ഒരു ആസ്പെക്ട് ആണ് ദാറ്റ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് K into root L1 L2. So that is the concept there. ഒരു പെർഫെക്റ്റ് കപ്ലിംഗ് ആണെങ്കിൽ കെയുടെ വാല്യൂ മാക്സിമം 1 ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ അത് റൂട്ട് L1 L2 ആയിട്ട് മാറുകയാണ്. So that is equal to root of, you get the value as L1 as 2 milli into that 8 milli. So that is equal to 60 into 10 to the power of minus 6. So that is equal to 4 into 10 to the power of minus 3. So that is equal to 4 millihenry. So the second option is the answer. Very good, very good. Exactly, you are right. Very good, very good. Look. Very good, very good. നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 12. Two coils have a mutual inductance, so that is given as M is equal to 5 into 10 to the power of minus 3 Henry. The current changes in the first coil according to the equation that is given as I is equal to I0 sine omega d, where I0 take the value as 10 ampere and the omega, that is the value as 105 radian per second. The maximum value of EMF in the second coil is, so that is you need to find it. Second coil induce ചെയ്യപ്പെടുന്ന EMF എന്ന് പറയുന്നത് minus M into di by dt. ഇതാണ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് I എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് its value is I0 sin omega d, വേരിയബിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. So that is equal to minus M into that I0 constant ആണ് അല്ലെ, then d by dt of sin omega d. Sin omega t ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തേ, പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. M into I0 into what is the differential of sin omega d? It becomes omega into d by dt of sin omega d. It becomes exactly as cos omega d. അപ്പോ ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് we need the value of maximum. അപ്പൊ നമുക്ക് സേ cos omega t ഒരു -1 ആണെന്നാണെന്ന് വിചാരിക്കുക. അപ്പൊ ഉറപ്പായിട്ടും നമുക്ക് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് അവന്റെ പീക്ക് വാല്യൂ ആയിട്ട് എടുക്കുക അല്ലെ. പീക്ക് വാല്യൂ എത്രയാണ്? യെസ്, E0 എന്നുള്ള വാല്യൂ പറയുന്നത് M I0 ഒമേഗ. ഇതാണ് മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇക്വേഷനിലേക്ക് നമുക്ക് പറയാം എന്താണ് M? കമാൻ, M ഇവിടെ മനോഹരമായിട്ട് തന്നിട്ടുണ്ട്. 5 into 10 to the power of minus 3 ആണ്. I0 10 ആണ്. ഒമേഗ എന്ന് പറയുന്നത് 100 pi ആണ്. Is it clear? So that is equal to 5 into ഈ P എന്ന് പറയുന്നത് പൈ ആണ് കേട്ടോ കുഞ്ഞുങ്ങളെ. So pi into 10 to the power of minus 3, 10 cube pi. So cancel, you get the value as 5 pi. Good. So വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സ് ആണ്. അപ്പൊ നമുക്ക് EMF-ന്റെ റിലേഷൻ നമുക്ക് വ്യക്തതയോടെ അറിയാം. ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു, നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞു. സോ യു ഗെറ്റ് ദാറ്റ് ആൻസർ. സോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യെസ്, എക്സാക്ട്ലി യു ആർ റൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, ഗുഡ് ഗുഡ്. ലുക്ക് നമ്പർ 30. നമ്മുടെ ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട AC-യിലെ വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ഓർക്കുക. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് BA cos θ എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ റൊട്ടേഷൻ വരുമ്പോൾ നമുക്ക് യെസ് ആ തരത്തിൽ നമുക്ക് പറയുമ്പോൾ, നമ്മുടെ EMF ഇൻഡ്യൂസ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് കോൺസെപ്റ്റ് വരുന്നത് അല്ലെ. അപ്പോ അവിടെ നമ്മൾ പറയുന്നത് ഇതാണ്, NBA
സൈൻ ഒമേഗ ടി വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അത് ഒരു കാരണവശാലും മറന്നു പോകരുത്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കാം. A 800 turn coil of effective area is kept perpendicular to a magnetic field 5 into 10 to the power of -5 Tesla. When the plane of the coil is rotated by 90 degrees, around any of its coplanar axes in 0.1 second. അപ്പം നോർമലി ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പം പെർപെൻഡിക്കുലർ ആയിട്ട് ആ കോയിൽ ഇങ്ങനെ വെച്ചെന്നിരിക്കും. അപ്പൊ ഏരിയ വെക്ടറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് ഇനിഷ്യൽ കേസ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായി, 0. എന്നിട്ട് അവന്റെ പ്ലെയിനിലെ ഒരു ആക്സിസ് ബേസ് ചെയ്തിട്ട് ഇവനെ 90 ഡിഗ്രി ടേൺ ചെയ്തു. അപ്പോൾ എക്സാക്ട്ലി നമുക്ക് θ2 എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്താണ് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്? നമുക്ക് EMF ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത് റഫ്ലി നമുക്ക് പറയാൻ പറ്റുന്നത് ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവിഷൻ ബൈ ടൈം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലെ? എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അത് ∅2 മൈനസ് ∅1 ദാറ്റ് ഡിവിഷൻ ബൈ ദ ടൈം അണ്ടർ കൺസിഡറേഷൻ. സോ ഇറ്റ് ഈസ് ഗിവൺ ദേ. അപ്പോൾ ഫ്ലക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ നമുക്ക് ഫ്ലക്സ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം NPA cos θ ആണ്, അല്ലെ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് NBA cos 0 ഇറ്റ് ബിക്കംസ് 1 എന്ന് പറയാം. അടുത്ത് രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ∅2 ആണ്, അല്ലെ? സോ ∅2 is 1. NBA cos 90 becomes 0. അപ്പൊ ∅2 0 ആണ്. അപ്പൊ ∅2 0 മൈനസ് ∅1 എന്ന് പറയുന്നത് NBA ആയി മാറി, ഡിവിഷൻ ബൈ T. മൈനസ് സൈൻ നമ്മൾ ഇവിടുത്തെ ഒരു EMF ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു മൈനസ് സൈൻ കൂടെ ഉണ്ട്, അല്ലെ? യെസ്. അപ്പൊ ആ ഒരു മൈനസ് സൈൻ അവിടെ ക്യാൻസൽ ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് NBA ബൈ T എന്നാണ്. ഇനി കറക്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചേ. കമാൺ എവരിബഡി. That is equal to N എന്ന് പറയുന്നത് number of turns, that is equal to 800 into the magnetic field there, that is a 5 into 10 to the power of -5 into that area, that is equal to 5 into 10 to the power of -2, that division by that time, that is equal to 10 to the power of -1. So that is equal to, come on everybody, പെട്ടെന്നാവട്ടെ, exactly, come on. So that is 25 into 8 into, it becomes a 10 square, cancel, that is equal to 10 to the power of -5. So that is equal to, come on, 200, that much into 10 to the power of -4. So 2 into 10 square, 10 to the power of -4. So you get the answer as 2 into 10 to the power of -2. So we can take the answer as, come on, everybody. Exactly, you get the answer as the fourth choice as the answer. Is it clear? Come on, everybody. നിങ്ങളെ കൃത്യതയുടെ ആൻസർ കിട്ടിയ? Yes, the fourth option as the answer. അപ്പൊ കുഞ്ഞുങ്ങളെ നമ്മൾ ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോൺസെപ്റ്റ്സുകളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. സോ നമ്മൾ അടുത്ത ദിവസം AC ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറച്ച് മനോഹരമായ ക്വസ്റ്റ്യൻസ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയുള്ള ചാപ്റ്ററുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പ്രോമിസിങ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. നമ്മൾ തിയറി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പാണ്, അത് നമുക്ക് ചെയ്യാനും പറ്റും. പക്ഷെ മെക്കാനിക്സിലെയോ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ചില ചാപ്റ്ററുകളും സെക്കൻഡ് ഇയറിലെ ഇനിഷ്യൽ ചാപ്റ്ററുകളും ഒക്കെ വരുമ്പോൾ
നമ്മൾ ഒരു പരിധിവരെ ബ്രെയിൻഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുകയും വേണം. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ചാപ്റ്ററുകളാണ് നമ്മളെ കൂടുതൽ സ്കോറിങ്ങിലേക്ക് നമ്മൾ നയിക്കുക. അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്ന് വിചാരിച്ച് ഇതിനെ നമ്മൾ നെഗറ്റീവ് ആക്കി കളയരുതേ. കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് അവിടെ കൊടുക്കുമ്പോഴാണ് ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് നമുക്ക് എത്തുവാൻ പറ്റുക. സോ ഡിയർ സ്റ്റുഡൻസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതോടൊപ്പം ഷെയർ ചെയ്യാൻ. കുഞ്ഞുങ്ങളെ, എൻ്റെ പേര് സാംസൺ SS. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ക്ലാസ് 11, ക്ലാസ് 12 റിപ്പീറ്റഡ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയാണ്. SS ഫിസിക്സ് ക്ലാസ്സസ് എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബോർഡ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഫോർ 11th and 12th സ്റ്റുഡൻസ് ജൂലൈ കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 15-ന് അടുത്ത 2022 റിപ്പീറ്റ് ചെയ്ത് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ 15 ഓൺവേർഡ്സ്. അത് മെഡിക്കലിനും എഞ്ചിനീയറിങ്ങിനും ആപ്പ് പ്രകാരം ഓൺലൈൻ എക്സാം ഉൾപ്പെടെയാണ് അതിനകത്ത് റെഡിയാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പ് ചെയ്യാം, ഞങ്ങളത് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ അതോടൊപ്പം ഈ നീറ്റ് 2021-ൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളോടൊപ്പം ഞാനും പ്രയത്നിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ആഗ്രഹത്തോടെ നല്ല കോൺഫിഡൻറ്റോട് കൂടി പരീക്ഷ അപ്രോച്ച് ചെയ്തോട്ടെ. നല്ല റിസൾട്ട് അവിടെ വെയിറ്റഡ് ആണ്. സോ എല്ലാ പ്രാർത്ഥനയും. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.